ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങി സുഖത്തോട് ക്ഷേമത്തോട് സന്തോഷത്തോട് രാവിലെ എഴുന്നേൽപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഒരിക്കൽ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം തുടർമാനമായിട്ട് പ്രാർത്ഥനയുടെ വിധങ്ങളെക്കുറിച്ച് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതിനോട് ആധാരമായിട്ട് ഇന്ന് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ കാണുന്നു. അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. നമുക്കറിയാവുന്ന ഒരു വിഷയമായി ഇത്. ദൈവത്തിന് സ്തോത്രം. അവൾ വളരെ വേദനയോട് ഹല്ലേലൂയ മനോവ്യസനത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാണുവാൻ ഹന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേര്. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്കോ മക്കളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹന്നയുടെ ഗർഭം ആരടച്ചു? ദൈവം തമ്പുരാൻ അടച്ചു. അതിന്മേൽ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് തുടർമാനം ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പെനീന മക്കളുണ്ടായിരുന്നത് കൊണ്ട് ഇവളെ വളരെ മുഷിപ്പിച്ചുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് അവൾ വളരെ മനോവ്യസനമുള്ളൊരു സ്ത്രീയായി തീർന്നു, വളരെ വേദനയുള്ള ഒരു സ്ത്രീയായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ അവൾ ദേവാലയത്തിൽ കടന്നു എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൽ വാതിൽക്കൽ ആസനത്തിലിരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൾ മനോവ്യസനമുള്ളൊരു സ്ത്രീയായിരുന്നു എന്ന് നമ്മുടെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രതിയോഗി പലപ്പോഴും നമ്മളെ നിന്ദിക്കും, ദൂഷിക്കും, പരിഹസിക്കും. മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കും. എന്നാൽ ഹല്ലേലൂയ ഒന്നും പ്രതികരിക്കാതെ ദൈവസന്നിധി കടന്നു വന്ന് നമ്മുടെ സങ്കടം കർത്താവുമായിട്ട് പകരുന്നുവെങ്കിൽ അവിടുന്ന് വിടിവിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. നമ്മുടെ വേദനകൾ, നമ്മുടെ മനോവ്യസനം നമ്മുടെ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് കരയുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മെ വിടിവിപ്പാൻ ശക്തനെന്ന് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കാൻ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞെന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹന്ന വളരെ പ്രാർത്ഥിച്ച് കരഞ്ഞു. എന്നാൽ ഹല്ലേലൂയ പുരോഹിതന് പോലും തൻ്റെ വേദനയുടെ കാര്യം മനസ്സിലായില്ല. അവനോർത്ത് രാവിലെ അവൾ ഹല്ലേലൂയ വീഞ്ഞു കുടിച്ച് മത്ത് ആയിരിക്കുകയാണ്. അവിടെ വീഞ്ഞ് ഇറങ്ങിപ്പോകട്ടെ എന്ന് ഹല്ലേലൂയ പുരോഹിതൻ പറയുന്നതായിട്ട് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ മറ്റുള്ളവർക്ക് നമ്മുടെ വേദന മനസ്സിലാകത്തില്ല, മറ്റുള്ളവർക്ക് നമ്മുടെ സങ്കടം മനസ്സിലാകത്തില്ല. എന്നാൽ നമ്മുടെ വേദന മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ സന്നദ്ധിയിൽ നിന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിന്റെ വേദന മനസ്സിലാക്കുന്ന ഒരുവൻ്റെ അടുക്കൽ വേദനയോട് പ്രാർത്ഥിച്ച് കരയുന്നുവെങ്കിൽ അതിന്മേൽ മറുപടി നൽകി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. അതിന്മേൽ മറുപടി നൽകി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഇങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്. അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവൾ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ സൂക്ഷിച്ച് നോക്കിയെന്ന ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇവളോട് പറയുക, എന്നിട്ട് ദൈവത്തിന് സ്തോത്രം ഏലി പറയുന്നത് ഇങ്ങനെയാ, ഹല്ലേലൂയ നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം, അത് അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയെ, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. ഞാൻ മനോവ്യസനത്തോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധി കടന്നു വന്ന് നിന്റെ വേദന പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, വിടിവിപ്പാൻ ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഇന്ന് രാവിലെ വളരെ ശക്തമായിട്ട് ദൈവവചനത്തിന് മുമ്പാകെ ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയും, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയുടെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടിയനെ നീ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി സമാധാനത്തോട് പൊക്കൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച് അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. അതാ ദൈവത്തിന് സ്തോത്രം. ഏലി ഉടനെ പറയുക, നീ സമാധാനത്തോട് പോ, ദൈവം നിനക്ക് നിന്റെ ഹല്ലേലൂയ അപേക്ഷ നൽകുമാറാകട്ടെ. നിന്റെ വ്യസനത്തെ മാറ്റുവാൻ ശക്തനായവനെയാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഏലി വളരെ ധൈര്യത്തോട് പറയുക. എന്നിട്ട് അവൾ ദൈവത്തിന് സ്തോത്രം
എന്നിട്ട് ഹല്ലേലൂയ അവൾ പിന്നെ അവിടെ മുഖം പിന്നെ വാടിയില്ലെന്ന് അധികാരത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധി നമസ്കരിച്ച ശേഷം അവൾ രാമയിലേക്ക് തങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു പോയെന്ന ദൈവത്തിന് സ്തോത്രം. പിന്നെ നമുക്ക് സംഭവിച്ചു നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, മനോവസനത്തോട് വേദനയോട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി കർത്താവ് ഇറങ്ങി വരുവാൻ സമയമായി. അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുമെന്ന് യാതൊരു സംശയമില്ലാതെ. ഹല്ലേലൂയ. ഈ വാക്യത്തിൻ്റെ മുമ്പാകെ ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ ഇത് ബാക്കി കാര്യം ഞാൻ തുടർന്നുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വിധങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മനോവ്യസനത്തോട് പ്രാർത്ഥിക്കുന്ന, വ്യസനത്തോട് പ്രാർത്ഥിക്കുന്ന ഹന്നയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ ഹല്ലേലൂയ വ്യസനത്തോട് ഭാരത്തോട് ദൈവസന്നിധി കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി അയക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. നമുക്ക് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, സന്തോഷത്തോട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോട് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമായി ഫിലിപ്പിയ ലേഖനം. എന്നിട്ട് ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് താൻ അറിയിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥന എപ്പോഴും സന്തോഷത്തോട് പ്രാർത്ഥിക്കുന്നെന്ന. അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോട് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. ഉത്സാഹത്തോട് സന്തോഷത്തോട് ദൈവസന്നിധി കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ച ഒരു കർത്താവുണ്ട്. അത് ഹല്ലേലൂയ ആ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ധൈര്യമുണ്ട് പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധി കടന്നു വന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നല്ല പ്രവൃത്തിയെ തികച്ച ഒരുവനുണ്ട്. അവൻ അവസാനത്തോളം ദൈവം തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം ഹല്ലേലൂയ ദൈവം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം. ദൈവത്തിന് പൗലോസ് തൻ്റെ ഹല്ലേലൂയ ഫിലിപ്പിലുള്ള സഭയ്ക്ക് വേണ്ടി കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന സന്തോഷത്തോടെ, അല്ലയോ കാരാഗ്രഹത്തിൽ കിടക്കുക, എന്നിട്ടും താൻ പ്രാർത്ഥിക്കാൻ എങ്ങനെ കഴിയും പ്രിയമുള്ളവരെ? നമുക്കൊന്ന് കഴിയട്ടെ, ദൈവസന്നിധിയിൽ സന്തോഷത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. അതുകൊണ്ടാണ് പൗലോസ് അവിടെ 4-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ച ഒരു കർത്താവുണ്ട്. അത് അവസാനത്തോളം തികയ്ക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ആ ഒരു ഉറപ്പ്, ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ. പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ മുന്നോട്ട് പോകുന്നു. പത്രോസിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസിൻ്റെ ലേഖനം, ഹല്ലേലൂയ, 1 പത്രോസിൻ്റെ ലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലാറ്റിൻ്റെ അവസാനം സംഭവിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളൊരു നിർമ്മലരായിരിപ്പീൻ. ഹല്ലേലൂയ. സുബോധത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. സുബോധത്തോട്. അല്ലെ കർത്താവിൻ്റെ വരവ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടല്ലോ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇവിടെയും പറയുന്നു, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന് നമ്മളെ വരുന്ന ഈ കാലഘട്ടം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവ് വരാറായി പ്രിയമുള്ളവർ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. വാതിൽക്കൽ നിന്ന് അവൻ മുട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം, നിർമ്മലരായിരിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. വളരെ ശക്തമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളോട് പറയുന്നത്. ദൈവം നിന്നിട്ട് പറയുന്നു, സകലത്തിന് മുമ്പേ നാം തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ദൈവത്തിന് അതൊന്നും ഞാൻ വിവരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സുബോധത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. സുബോധത്തോട് പ്രാർത്ഥിക്കണം. അതുവിധമൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കല്ലെന്ന്, സുബോധമുള്ളവരായി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ നമുക്കൊരു വാക്യം വായിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് 6:8. ഹല്ലേലൂയ. എഫേസ്യർ 6:8. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കാണുന്നു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾക്കറിയാം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം 6:8 ഇങ്ങനെ കാണുകയാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നന്മയ്ക്ക് കർത്താവിൽ പ്രതിഫലം പ്രാപിക്കുന്നത് അറിയുന്നുവല്ലോ. അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 8 അതിൻ്റെ 18 ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ. 6:18 ഹല്ലേലൂയ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തിലും ആത്മാവിൽ പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് കഴിയും പ്രിയമുള്ളവരെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് 3 കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, വ്യസനത്തോട് പ്രാർത്ഥിക്കുന്ന ഹന്നയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമതായിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സന്തോഷത്തോട് പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് സുബോധത്തോട് പ്രാർത്ഥിക്കുക. നാലാമതായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ യൂദ ലേഖനം എഴുതുമ്പോൾ അവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. യൂദയുടെ ലേഖനം 20-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ എഴുതി, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ഇവിടെയും പറയുക, പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് കഴിയും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിടുതൽ ഹല്ലേലൂയ മഹത്കര. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിടിവിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്, നമ്മളെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പാദപടിയാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, അല്പസമയം ദൈവവചനത്തെ വാകിൽപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ കർത്താവേ. ഈ രാവിലെ സമയം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുബോധത്തോടെ, ഹല്ലേലൂയ, വ്യസനത്തോടെ, ഹല്ലേലൂയ, ദൈവത്തിന് സന്തോഷത്തോടെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഞങ്ങളുടെ മതി അയക്കണം, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.